നമസ്കാരം. കേരളത്തിന്റെ മഹാകുംഭമേള കഴിഞ്ഞു, മഹാമാഘം അവസാനിച്ചു. ഇനി അടുത്ത കോഴിക്കോട് അതിരാത്രം വരാൻ പോകുന്നു. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള ഉത്സവങ്ങൾ വരാൻ പോകുന്നു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അങ്ങനെ വൻ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള നിരവധി വിശേഷങ്ങൾ കേരളത്തിൽ വരാനിരിക്കവെയാണ് ഇന്നലെ പാലക്കാട് വച്ച വൻ സ്ഫോടക ശേഖരം പിടികൂടിയത്. അതിർത്തി കടന്ന തണ്ണിമത്തം ലോറിയിൽ കടത്തുകയായിരുന്ന വൻ സ്ഫോടക വസ്തു ശേഖരം പാലക്കാട് പോലീസ് പിടികൂടിയതിൽ ശേഷം അതീവ ജാഗ്രതയോടുകൂടിയാണ് അന്വേഷണം തുടരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോയ പിക്കപ്പ് വാനിൽ തണ്ണിമത്തൻ ചാക്കുകൾക്കടിയിൽ അതീവ രഹസ്യമായിട്ടാണ് 18,000 ജെലാറ്റിൻ സ്റ്റിക്കുകളും 4,800 ഡിറ്റനേറ്ററുകളും ഒളിപ്പിച്ചിരുന്നത്. സംഭവത്തെ വളരെ ജാഗ്രതയോടുകൂടിയാണ് കേരള പോലീസും കേന്ദ്ര അന്വേഷണ സംഘവും കാണുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ബുധനാഴ്ച രാത്രി 8:30 മെഡിക്കൽ കോളേജിന് സമീപം പോലീസ് കൈകാണിച്ചിട്ടും നിർത്താതെ പോയ വാഹനം സാഹസികമായി പിന്തുടർന്നാണ് പോലീസ് സംഘം ഇവരെ വലയിലാക്കിയത്. അതായത് ഇവരുടെ ഡ്രൈവർമാർക്ക് കാര്യമായി വിവരമൊന്നും ഇതിനെക്കുറിച്ചില്ല. അവർക്ക് ആരടുത്താണ് ഈ വാഹനം കൈമാറേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമേ ഈ ഡ്രൈവർമാരിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുള്ളൂ. അതായത് അതിനപ്പുറം മറ്റ് വിവരങ്ങളൊന്നും തന്നെ ഈ ഡ്രൈവർമാർക്ക് നൽകാൻ ഉണ്ടായിരുന്നില്ല. പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അവരോട് എന്ത് പറയണം എന്നതിനെക്കുറിച്ച് അവർക്കൊരു ധാരണയുണ്ടായിരുന്നു. അതായത് തങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ പാറമടയിൽ സ്ഫോടനം നടത്തുവാനുള്ള വസ്തുക്കളാണെന്നാണ് പറയേണ്ടത് എന്നുള്ള പ്രാഥമികമായ ചില കാര്യങ്ങൾ ഈ ഡ്രൈവർമാർക്ക് അറിയാനുണ്ടായിരുന്നുള്ളൂ. അതോടൊപ്പം ഇതിൻ്റെ പിന്നിൽ വലിയ റാക്കറ്റുകൾ ഉണ്ടെന്നുള്ള സംശയമാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് പോലീസും കേന്ദ്ര അന്വേഷണ സംഘവും. ടാർപ്പായ ഉപയോഗിച്ച് മൂടിയ വാഹനത്തിനുള്ളിൽ മുകളിൽ തണ്ണിമത്തൻ ചാക്കുകൾ നിരത്തി അതിന് താഴെ 90 പെട്ടികളിലാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത്. ഉഗ്രസ്ഫോടന ശേഷിയുള്ള ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ അപ്രതീക്ഷിതമായി കയ്യിൽ കിട്ടിയതോടെ പോലീസ് അതീവ ജാഗ്രതയിലാണ്. പാറമടകളിൽ ഉപയോഗിക്കുന്നവയാണെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും രേഖകളില്ലാതെ കടത്തിയതിനു പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടോ എന്നതിന് വിശദമായ രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. കേന്ദ്ര ഏജൻസികളും സംഭവം നിരീക്ഷിച്ചു വരികയാണ്. സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയില്ലെന്നും വാഹനം നിശ്ചിത സ്ഥലത്തെത്തിച്ച ശേഷം മറ്റൊരാൾക്ക് കൈമാറാനാണ് പദ്ധതി എന്നുമാണ് ഡ്രൈവർമാരുടെ മൊഴി. ഡ്രൈവർമാർ തമ്മിൽ പരസ്പരം അറിയാത്ത കണ്ണികൾ മാത്രമാണെന്ന മൊഴിക്ക് പിന്നിൽ വൻ ശൃംഖല തന്നെയുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും സ്പെഷ്യൽ ബ്രാഞ്ചും സംഭവത്തിൽ പരിശോധന ഊർജിതമാക്കിയിരിക്കുകയാണ്. അപകട സാധ്യത കണക്കിലെടുത്ത് അഗ്നി രക്ഷാസേനയുടെ സാന്നിധ്യത്തിലാണ് പരിശോധന പൂർത്തിയാക്കിയത്. വ്യാഴാഴ്ച ഫോറൻസിക് ബാലിസ്റ്റിക് വിദഗ്ധർ സ്ഥലത്തെത്തി കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കും. പാറമടകളിലെ സ്ഫോടനത്തിനായാണ് ഇവ കൊണ്ടുവന്നതെന്ന് ഡ്രൈവർമാർ മൊഴി നൽകിയെങ്കിലും ഇത് അന്വേഷണ സംഘം വിശ്വസിച്ചിട്ടില്ല. ഇത്രയും വലിയ ശേഖരം അപ്രതീക്ഷിതമായി കയ്യിൽ കിട്ടിയതോടെ വളരെയധികം ജാഗ്രതയോടുകൂടിയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്ന. സംഭവത്തിൽ തീവ്രവാദ ബന്ധം ഉണ്ട് എന്ന നിലയിലാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്ന് തൃശ്ശൂരിലെ ക്വാറികളിലേക്കാണ് ഇവ കൊണ്ടുപോയതെന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. എന്നാൽ ശരിയായ രേഖകളില്ലാതെ രഹസ്യമായി കടത്തിയതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നാണ് സംശയം. ഫോറൻസിക് ബാലിസ്റ്റിക് വിദഗ്ധർ സ്ഥലത്തെത്തി കൂടുതൽ പരിശോധനകൾ നടത്തും. പാലക്കാട് നഗരമധ്യത്തിൽ ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ എത്തിയത് പോലീസിനെ ഞെട്ടിച്ചിട്ടുണ്ട്. അന്വേഷണം ഊർജിതമാക്കിയതോടെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് സൂചന. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.